ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന വചനം ഒരു യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ ദൈവത്തിന് പ്രസാദകരമായത് ചെയ്ത് ദൈവകൽപ്പനകൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. അതിശയം പ്രവർത്തിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന വചനമനുസരിച്ച് കർത്താവ് നമ്മെ കൈവിടാതിരിക്കണമെങ്കിൽ നമ്മുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കണം. നാം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുകയും ചെയ്യണം. എന്നാൽ ഇതിനൊന്നും നമ്മൾ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മൾ ശപിക്കപ്പെട്ടവരായി മാറുവാൻ സാധ്യതയുണ്ട്. എന്തെന്നാൽ വചനം പറയുന്നു, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ആകയാൽ നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ജാഗ്രതയോടെ കാത്തു സൂക്ഷിക്കാം. സുവിശേഷത്തോട് വിശ്വസ്തത പുലർത്താം. ദൈവത്തെ അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കാം.